ലോകം മറ്റൊരു പകർച്ചവ്യാധിയെ ആശങ്കയോടെ ഉറ്റുനോക്കുകയാണ്. ഇത്തവണ ആശങ്കയുടെ കേന്ദ്രം ദക്ഷിണ അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ സഞ്ചരിച്ച ഒരു ആഡംബര ക്രൂയിസ് കപ്പലാണ്. അന്റാർട്ടിക്കയുടെ മഞ്ഞുമലകൾ കണ്ടു മടങ്ങാനിരുന്ന 150ഓളം യാത്രക്കാർക്കിടയിൽ അപ്രതീക്ഷിതമായി പടർന്ന ഒരു വൈറസ് ബാധ ഇപ്പോൾ 12ഓളം രാജ്യങ്ങളെ ജാഗ്രതയിലാഴ്ത്തിയിരിക്കുന്നു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഏപ്രിൽ ആദ്യം അർജന്റീനയിൽ നിന്ന് പുറപ്പെട്ട ഈ കപ്പലിൽ യാത്രക്കാർക്ക് പെട്ടെന്ന് പനിയും ശ്വാസതടസ്സവും അനുഭവപ്പെടുകയായിരുന്നു. സാധാരണ പനിയാണെന്ന് കരുതിയെങ്കിലും ചിലരുടെ നില പെട്ടെന്ന് വഷളാകുകയും മരണം സംഭവിക്കുകയും ചെയ്തതോടെയാണ് ആരോഗ്യലോകം ഉണർന്നത്. പരിശോധനയിൽ വില്ലൻ ഹാൻഡ വൈറസ് ആണെന്ന് തെളിയുകയും ചെയ്തു. സത്യത്തിൽ ഭയപ്പെടേണ്ടതുണ്ടോ? ലോകാരോഗ്യ സംഘടന പറയുന്നത് എന്ത്? ഇനി അടുത്ത ചോദ്യം, കോവിഡ് പോലെ ഇതൊരു ആഗോള മഹാമാരിയായി മാറുമോ? എന്നാൽ ഭയം വേണ്ട, ജാഗ്രത മതിയെന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത്. അതായത് വിദഗ്ധർ നൽകുന്ന മറുപടി ആശ്വാസകരമാണെന്ന് സാരം. This is not coronavirus. This is a very different virus. We know this virus. Hantaviruses have been around for quite a while. There's a lot of detail that we know. I'm going to ask Anais to come in and say this, but I want to be unequivocal here. This is not SARS-CoV-2. This is not the start of a COVID pandemic. This is an outbreak that we see on a ship. എന്താണ് ഹാൻഡ വൈറസ് എന്ന് നോക്കാം. ഇത് കോവിഡ് പോലെ വായുവിലൂടെ അതിവേഗം പടരുന്ന ഒന്നല്ല. ഇവ സാധാരണയായി എലികളിൽ നിന്നാണ് മനുഷ്യരിലേക്ക് പകരുന്നത്. രോഗബാധിതനായ ഒരാളുമായി വളരെ അടുത്ത സമ്പർക്കം പുലർത്തിയാൽ മാത്രമേ മനുഷ്യരിൽ നിന്ന് ഇത് മനുഷ്യരിലേക്ക് പകരുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതൊരു ആഗോള പകർച്ചവ്യാധിയാകാനുള്ള സാധ്യത വളരെ കുറവാണ്. ലോകയാത്രകളിൽ ഏർപ്പെടുന്നവർ ശ്രദ്ധിക്കണമെന്നാണ് മറ്റൊരു നിർദ്ദേശം. രോഗം ബാധിച്ച കപ്പലിലെ യാത്രക്കാരുടെ സാന്നിധ്യം കണക്കിലെടുത്ത് കാനഡ, ജർമ്മനി, USA, സിംഗപ്പൂർ, UK തുടങ്ങി 12 രാജ്യങ്ങൾ ഇപ്പോൾ നിരീക്ഷണത്തിലാണ്. വൈറസിന്റെ ഇൻക്യുബേഷൻ കാലയളവ് 6 ആഴ്ചയായതിനാൽ യാത്രക്കാരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. ഹാൻഡ വൈറസ് ബാധിച്ചാൽ പനി, പേശിവേദന, കഠിനമായ ക്ഷീണം എന്നിവയാണ് പ്രാരംഭ ലക്ഷണങ്ങൾ. ഇത് പിന്നീട് ശ്വാസകോശത്തിൽ വെള്ളം നിറയുന്ന അവസ്ഥയിലേക്ക് നയിച്ചേക്കാം. നിലവിൽ ഇതിന് പ്രത്യേക ആന്റിവൈറൽ മരുന്നുകളില്ല എന്നത് വെല്ലുവിളിയാണ്. കൃത്യസമയത്തുള്ള ആശുപത്രി പരിചരണമാണ് ഏക പോംവഴി. അതുകൊണ്ട് ഗ്രാമീണ മേഖലകളിലോ വനപ്രദേശങ്ങളിലോ യാത്ര ചെയ്യുന്നവർ, പ്രത്യേകിച്ച് ക്യാമ്പിങ്ങിന് പോകുന്നവർ എലികളുമായുള്ള സമ്പർക്കം ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പേടിക്കേണ്ട സാഹചര്യമില്ലെങ്കിലും അതീവ ജാഗ്രത തന്നെയാണ് ഇപ്പോൾ ആവശ്യം.